ഇക്കുറി ലോകകപ്പിലെ പോർച്ചുഗലിന്റെ ആദ്യ മത്സരത്തിൽ തീർത്തും നിരാശവാനായാണ് റോണോയെ കാണപ്പെട്ടത്. കളി മുഴിപ്പിച്ചില്ലെങ്കിലും ആരാധകരുടെ മനസ്സ് മറക്കുന്ന വിധത്തിൽ റൊണാൾഡോയുടെ ഭാഗത്തു നിന്നോ പോർച്ചുഗലിന്റെ ടോട്ടൽ സ്റ്റാറ്റസിൽ നിന്നോ കാര്യമായ ഒന്നും ഉണ്ടായിരുന്നില്ല. കോങ്കോയുടെ പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ പ്രതിമ കണക്കെ നിൽക്കാനേ റൊണാൾഡോക്ക് സാധിച്ചിരുന്നുള്ളൂ. അയാളിലെ CR7 അന്ന് പ്രതിബന്ധം കാണിച്ചില്ല. 25 തവണ മാത്രമാണ് കോങ്കോക്കെതിരെ റൊണാൾഡോ പന്തിനെ സ്പർശിച്ചത്. ഓർക്കണം, 90 മിനിറ്റും അയാൾ കളത്തിലുണ്ടായിരുന്നു. സമനിലയിൽ കലാശിച്ച മത്സരത്തിനു ശേഷം റോണോയെയും കൂട്ടരെയും ചുറ്റിപ്പറ്റി പുറത്തു വന്നത് പലതുമായിരുന്നു. പറങ്കിപ്പടയിൽ റോണോ ഒറ്റപ്പെടുന്നുവെന്നും അതിന് കൂട്ടുനിൽക്കുന്നത് പേരുകേട്ട പ്രമുഖ താരങ്ങൾ തന്നെയാണെന്നും പലരും കുറിച്ചിടുന്നു. റൊണാൾഡോ തങ്ങളെപ്പോലെ സാധാരണ ഒരു കളിക്കാരൻ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് അയാളിൽ ഒരു പ്രത്യേകതയും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് ജാവോ നെവസിന്റെ വാക്കുകളാണിത്. ഇത്തരത്തിലുള്ള വാമൊഴികളും ഈ വിവാദത്തിന് ആക്കം കൂട്ടി. വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇതിൽ പരം എന്ത് കണ്ടന്റാണ് പിന്നെ വേണ്ടത്? കിട്ടിയ അവസരം അവർ നല്ലതുപോലെ മുതലാക്കി. പ്രായമറും അക്കമാത്രമാണെന്ന് അയാളെക്കുറിച്ച് ഇനിയും എഴുതുന്നവർ അല്ലെങ്കിൽ പറയുന്നവർ വിഡ്ഢിയാണെന്ന് പലരും മുദ്ര ചാർത്തി. എന്നാൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കണ്ടത് ആ വാക്യങ്ങളോട് അക്ഷരം പ്രതി നീതി പുലർത്തുന്ന റൊണാൾഡോയെയായിരുന്നു. പ്രായം കൂടുമ്പോൾ അയാൾക്ക് വീര്യം കൂടുന്നു എന്നതിന് ഇതിൽ പരം എന്ത് തെളിവാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ നികത്തേണ്ടത്? ഓർക്കുക, തിരിച്ചുവരവില്ലെങ്കിൽ അയാൾ റൊണാൾഡോ അല്ലാതിരിക്കണം. പണ്ടേ അയാളുടെ ശൈലി വാക്കുകളാൽ എതിരേൽക്കുന്നവർക്ക് തുകൽപന്തിനാൽ മറുപടി നൽകലാണ്. അതെവിടെയും പ്രാവർത്തികമാകുന്നു. കാൽപന്ത് ലോകത്തെ ഒന്നടങ്കം സാക്ഷിയാക്കി യുസേബിയെയും മറികടന്ന് പറങ്കിപ്പടയുടെ എക്കാലത്തെയും മികച്ച ടോപ്പ് സ്കോററായി റോണോ തുടരുകയാണ്. തുടർച്ചയായി 6 ലോകകപ്പിൽ ഗോൾ നേടിയ താരമെന്ന ഖ്യാതിയോടെ 6ാം തമ്പുരാനായി CR7 വാഴുകയാണ്. തുടർച്ചയായി 6 ലോകകപ്പുകളിൽ വലകുലുക്കുക എന്നത് ഫുട്ബോൾ ചരിത്രത്തിൽ മറ്റാർക്കും സ്വപ്നം കാണാൻ പോലുമാകാത്ത ഒരു അമാനുഷിക നേട്ടമാണ്. പക്ഷേ മെസ്സിക്കത് നഷ്ടപ്പെട്ടത് നിർഭാഗ്യത്തിന്റെ വിളയാട്ടം കൊണ്ട് മാത്രമാണ്. 6ാം തമ്പുരാനായി അയാൾ വാഴുമ്പോൾ വിമർശിച്ചവരുടെ നാവുകൾ മൗനത്തിന്റെ തടവറയിലേക്ക് ആണ്ടുപോവുകയാണ്. ജാവോ നെവസിനെ പോലുള്ള സഹതാരങ്ങളുടെ പരിഹാസ ചുവയുള്ള വാക്കുകൾക്ക് കളിമുറ്റത്തെ പ്രകടനങ്ങൾ കൊണ്ടാണ് CR7 മറുപടി നൽകുന്നത്. വാക്കുകളേക്കാൾ ശക്തമായി പന്ത് സംസാരിക്കുമെന്ന പരസ്യമായ പ്രഖ്യാപനമായിരുന്നു അത്. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരം കളിച്ച റെക്കോർഡും അയാൾക്ക് സ്വന്തമാണ്. 41ാം വയസ്സിലും അയാളിലെ കെട്ടടങ്ങാത്ത കൗമാര വിസ്മയങ്ങൾ ഇനിയും പിറക്കും. ലോകമത് ആസ്വദിക്കും. വിമർശകർ മൂകരായി നോക്കി നിൽക്കും. ജനനം മുതൽ ഇക്കണ്ട നാൾ വരെ അതിജീവനമാണ് അയാളുടെ കരിയറിനെ മനോഹരമാക്കിയിട്ടുള്ളത്. പേരുകേട്ട പല യുവതാരങ്ങളും വിശ്വപോരിൽ ഗോളടിക്കാൻ പാടുപെടുമ്പോൾ 41ന്റെ നിറവിൽ അയാൾ ഗോൾ ലൈൻ ഭേദിച്ചത് 2 തവണയാണ്. വിമർശനങ്ങളുടെ കനൽ വഴികളിൽ വീണുപോയെന്ന് കരുതിയ ഇടത്തു നിന്നാണ് അയാൾ ഫിനിക്സ് പക്ഷിയെ പോലെ ചിറകടിച്ചുയർന്നത്. പോർച്ചുഗലിന്റെ ജേഴ്സിയിൽ അയാൾ ബൂട്ട് കെട്ടുമ്പോൾ ചരിത്രം വഴിമാറാൻ കാത്തു നിൽക്കുകയായിരുന്നുവെന്ന് ഉസ്ബെക്കിസ്ഥാനെതിരെയുള്ള ആ മത്സരത്തോടെ ലോകം തിരിച്ചറിഞ്ഞു. എഴുതി തള്ളിയവരുടെ പേനത്തുമ്പുകൾക്ക് ആവേശം ചോർന്നുപോയ നിമിഷമായിരുന്നു അത്. കോങ്കോക്കെതിരെ മൈതാനത്ത് നിസ്സഹനായി നിന്ന ആ മനുഷ്യനല്ല, മറിച്ച് സാക്ഷാൽ ഫുട്ബോൾ ദൈവങ്ങളുടെ അനുഗ്രഹം വാങ്ങിയ ഒരു പോരാളിയായാണ് പന്തുരുട്ടുന്നതെന്ന് എതിരാളികൾ ഭയത്തോടെ മനസ്സിലാക്കി. നാട്ടിൻ പുറത്ത് 41കാരൻ വീടിന്റെ ഉമ്മറത്തിരുന്ന് വിശ്രമ ജീവിതം നയിക്കുമ്പോൾ ഈ മനുഷ്യൻ ലോകത്തിന്റെ വലിയ വേദിയിൽ ചെറുപ്പക്കാരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് ഓടി നടക്കുകയാണ്. വിയർപ്പും ചോരയും ചീന്തി അയാൾ കെട്ടിപ്പടുത്ത ഈ സാമ്രാജ്യം അത്ര പെട്ടെന്നൊന്നും ആർക്കും തകർക്കാൻ സാധിക്കില്ല. ഓരോ തവണയും അയാൾ തളർന്നു എന്ന് വിധി എഴുതുമ്പോഴും തൻ്റെ ഉള്ളിലെ അടങ്ങാത്ത കൗമാരക്കാരനെ അയാൾ ഉണർത്തു. ആ കൗമാര വിസ്മയങ്ങളാണ് ഇന്നും ഗാലറികളെ ആവേശം കൊള്ളിക്കുന്നത്. ഇയാൾ ഇതെന്തൊരു മനുഷ്യനാണെന്ന് ചിന്തിക്കാത്ത ഒരു ഫുട്ബോൾ പ്രേമിയും ഇന്ന് ഈ ഭൂഗോളത്തിലുണ്ടാകില്ല. പല യുവതാരങ്ങളും ലോകകപ്പിന്റെ വലിയ സമ്മർദ്ദത്തിൽ പെട്ട് ഗോളടിക്കാൻ മറന്നു പോകുമ്പോഴാണ് 41ന്റെ നിറവിൽ 2 തവണ അയാൾ ഗോൾ ലൈൻ ഭേദിച്ച് കാണികളെ വിസ്മയിപ്പിക്കുന്നത്. ഒരു മത്സരത്തിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ അയാളിലെ കളിമികവിന് അളക്കാൻ ആയിട്ടില്ലെന്ന് അയാൾ വീണ്ടും തെളിയിക്കുകയാണ്. കാലം അയാളുടെ ശരീരത്തിൽ പ്രായത്തിന്റെ അടയാളങ്ങൾ തീർത്തിട്ടുണ്ടാകാം. എന്നാൽ അയാളിലെ മനസ്സിലെ വീര്യത്തിന് ഒട്ടും കോട്ടം തട്ടിയിട്ടില്ല.
തുകൽപന്തിന് പ്രണയിച്ചു തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ അയാൾ ശീലമാക്കിയത് ഒന്നേയുള്ളൂ: വിജയം മാത്രം. തോൽവി സമ്മതിക്കാൻ മടിയുള്ള ആ മനസ്സാണ് അയാളെ ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരനാക്കി മാറ്റിയത്. തുടർച്ചയായി 6 ലോകകപ്പുകളിൽ കളിക്കുക എന്നത് വലിയൊരു ഭാഗ്യമായിരിക്കെ അതിലെല്ലാം ഗോൾ നേടുക എന്നത് ഒരു യുഗപുരുഷന് മാത്രം സാധ്യമാകുന്ന ഒന്ന് തന്നെയാണ്. അന്താരാഷ്ട്ര മത്സരങ്ങളുടെ റെക്കോർഡിട്ട റോണോ ഫുട്ബോളിന്റെ ചരിത്ര പുസ്തകത്തിൽ തന്റെ പേര് സ്വർണ്ണലിപികളാൽ എഴുതി ചേർത്ത് കഴിഞ്ഞു. ജനനം മുതൽ ഇന്ന് വരെ ഒരു സാധാരണക്കാരിൽ നിന്നും ലോകം ആരാധിക്കുന്ന സൂപ്പർ സ്റ്റാറിലേക്കുള്ള അയാളുടെ വളർച്ച അതിജീവനത്തിന്റെ വലിയൊരു പാഠപുസ്തകമാണ്. ദാരിദ്ര്യത്തോടും കഷ്ടപ്പാടുകളോടും പടവെട്ടി കയറി വന്ന അയാൾക്ക് മാധ്യമങ്ങളുടെ വിവാദങ്ങളും വിമർശനങ്ങളുടെ പരിഹാസങ്ങളും വെറും പുൽക്കൊടി മാത്രമാണ്. ഡ്രസ്സിംഗ് റൂമിൽ അയാൾ ഒറ്റപ്പെടുന്നുവെന്ന വാർത്തകൾ പടച്ചുവിട്ടവർ മൈതാനത്ത് സഹതാരങ്ങൾ അയാളെ കെട്ടിപ്പിടിച്ച് ഗോളാഘോഷം നടത്തുന്നത് കണ്ടപ്പോൾ നിശബ്ദരായി. ഒരു നായകന് എങ്ങനെയാണ് ടീമിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ടതെന്ന് അയാൾ തന്റെ പ്രകടനത്തിലൂടെ കാണിച്ചു തന്നു. വിമർശകർക്ക് കോങ്കോക്കെതിരെയുള്ള മത്സരം ഒരു വലിയ ആയുധമായിരുന്നു. അവർ നവമാധ്യമങ്ങളിൽ റൊണാൾഡോയുടെ യുഗം അവസാനിച്ചുവെന്ന് ആഘോഷിച്ചു. എന്നാൽ അവർ മറന്നുപോയ ഒരു കാര്യമുണ്ട്: അയാൾ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. എത്ര തവണ വീണാലും അവിടെ നിന്ന് അതിശക്തമായി തിരിച്ചു വരാൻ അയാൾക്കാരുടെയും സഹായം ആവശ്യമില്ല. സ്വന്തം കഴിവിനുമേലുള്ള ആത്മവിശ്വാസം മാത്രമാണ് അയാളെ മുന്നോട്ട് നയിക്കുന്നത്. 25 തവണ മാത്രം പന്ത് തൊട്ട ഒരു മത്സരത്തിൽ നിന്നും ടീമിന്റെ വിജയശില്പിയായി മാറിയ അടുത്ത മത്സരത്തിലേക്കുള്ള ദൂരം അയാളുടെ പ്രതിഭയുടെ ആഴം വ്യക്തമാക്കുന്നു. ഫുട്ബോൾ ലോകം കണ്ട രാജാക്കന്മാരുടെ പട്ടികയെടുത്താൽ അതിൽ മുൻപന്തിയിൽ തന്നെ ഈ പോർച്ചുഗീസുകാരന്റെ പേരുണ്ടാകും. 6 ലോകകപ്പുകളിൽ രാജ്യത്തിന്റെ ജേഴ്സി അണിയുക എന്നത് തന്നെ ഒരു താരത്തിന്റെ സ്ഥിരതയുടെ തെളിവാണ്. കരിയറിന്റെ അവസാന ഘട്ടത്തിലും ഇത്രയേറെ മനോഹരമായി പന്ത് തട്ടാൻ അയാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ കഠിനമായ പരിശീലനവും ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത അഭിനിവേശവും കൊണ്ടാണ്. വരും തലമുറയിലെ കളിക്കാർക്ക് എങ്ങനെയൊരു പ്രൊഫഷണൽ ഫുട്ബോളർ ആകണം എന്നതിന് ഇതിലും മികച്ചൊരു ഉദാഹരണം വേറെ ചൂണ്ടിക്കാണിക്കാനില്ല. ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളിലും റോണോയുടെ ബൂട്ടുകളിൽ നിന്നും വിസ്മയങ്ങൾ പിറക്കുമെന്ന് തന്നെയാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. വിമർശിച്ചവർ ഇനി നോക്കി നിൽക്കത്തേയുള്ളൂ. അയാളെ തളർത്താൻ തക്കവണ്ണമുള്ള യാതൊരു ആയുധവും അവരുടെ പക്കലില്ല. ലോകം അയാളെ ഇനിയും വാഴ്ത്തിപ്പാടും. കോങ്കോക്കെതിരെ പ്രതിമ പോലെ നിന്ന ആ മനുഷ്യൻ ഉസ്ബെക്കിസ്ഥാനെതിരെ കൊടുങ്കാറ്റായി മാറിയതുപോലെ ഇനിയും വലിയ പ്രതിസന്ധികളെ അയാൾ തന്റെ കാൽക്കരുത്തുകൊണ്ട് മറികടക്കും. തിരിച്ചുവരവുകളുടെ രാജാവ്. ഈ പ്രകടനം നിലനിർത്തി മോഹക്കപ്പിലേക്ക് കുതിക്കുന്ന പടയോട്ടക്കാരെ തളച്ചിട്ട് വടക്കേ അമേരിക്കയിൽ കിരീടാരോഹണം നടത്തട്ടെ.